ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്തോ വലുത് വരാനുണ്ട്. മഴ വരെ വരുന്നു. മഴ. ചിറ്റപ്പ കാര്യം പറ. എടാ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ചേട്ടത്തിക്കാണ്. ചേട്ടൻ നിന്നെ ഉറപ്പായിട്ട് പോക്കും. ചിറ്റപ്പ ഇത്രയും നേരം എല്ലാം സോൾവ് ആക്കി തരാന്ന് പറഞ്ഞാൽ ചിറ്റപ്പനാണോ ഇങ്ങനെ പറയുന്നത്? സോൾവ് ആക്കി തരാം. എടാ നിന്റെ കൂടെ നിന്റെ അച്ഛൻ സപ്പോർട്ടില്ല, പിന്നെന്താ വേണം? ചിറ്റപ്പ ചിറ്റപ്പനാണോ എല്ലാം അറിഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്നത്? അച്ഛനെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യും. ഞാൻ ഒരു ഐഡിയ പറയട്ടോ. നീ ഐഡിയ പറയാൻ പോന്നു. പറയണ്ടേ? പറ. ചിലപ്പോ നമുക്കൊരു ഇമിറ്റേഷൻ മാല വാങ്ങിച്ചു കൊടുത്താലേ? ഇമിറ്റേഷൻ മാല. എടാ അതൊക്കെ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയോ പെണ്ണുങ്ങൾക്ക് ഞാൻ ഇമിറ്റേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? പൊക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ എന്തെന്ന് അതൊന്നും നടപടിയാവുന്ന കേസല്ല. വേറെ എന്തെങ്കിലും പിടി. അമ്മ അറിഞ്ഞ പ്രശ്നമാവും. അറിഞ്ഞ പ്രശ്നമാവും. അറിയും. എന്റെ വേറെ ഐഡിയ ഉണ്ട്. എന്ത്? അതൊരു ടാസ്ക് ആണ്, പറയാട്ടോ. ചിറ്റപ്പന് ഒരു ആവശ്യം വന്നപ്പോ ചിറ്റപ്പന് അത് ഞാൻ പണയം വെക്കാൻ തന്നു, അങ്ങനെ പറഞ്ഞ. ചിറ്റപ്പന് ഒരു ആവശ്യം വന്നപ്പോ അത് പണയം വെക്കാൻ തന്നു. ചിറ്റപ്പൻ പണയം വെച്ച് നീ കൂടെ കുമ്പിട്ട് കുത്തല്ലേ? ഇതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടത്തിന് ആയുഷ്കാലം വെറുക്കും. ഇല്ല, അമ്മയ്ക്ക് ചിറ്റപ്പെടുത്താണ് ഇത്തി കൂടെ സ്നേഹമുള്ള. അപ്പൊ അതുകൊണ്ട് കുറച്ച് അതോട് ആ സ്നേഹം അങ്ങ് പോയി കിട്ടും. പറ്റൂല. ഞാൻ ഇതാരതെന്ന് പറയാൻ. നീ എന്തെങ്കിലും ചെയ്യ്. ശംഭു മക്കൾ ഇതിനകത്ത് നിന്നായിരുന്നു രാവിലെ മാല എടുത്തോണ്ട് പോയേ? ഇതിനകത്തല്ലേ തിരിച്ചു വെച്ചെന്ന് പറഞ്ഞേ? എടുത്തതാടാ. തിരിച്ചു വെച്ച മാല ഇതിനകത്തുനിന്ന് എടുത്തതാടാ. നീ എന്താണ് മാർത്ത് നോക്കി നിൽക്കുന്നേ? നീ എന്തിനാ മാർത്ത് നോക്കി നിൽക്കുന്നേ? മറ്റേ പാട്ട് മാനത്തൊരു പാട്ട് പാടണ്ട. മാല എടുത്താടാ. മാലേ? മാല 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 ഞാൻ ചിറ്റപ്പനെ പണയം വയ്ക്കാൻ കൊടുത്തു. കൊടുത്തില്ലേ? യോ എന്റെ പറയുന്നതാണ്. ഞാൻ പണയം വെച്ചിട്ടൊന്നുമില്ല. ഞാൻ കൊടുത്തമ്മ, ഞാൻ കൊടുത്തില്ലേ? നീ ചിറ്റപ്പന് മാല പണയം വെക്കാൻ കൊടുത്തു. പാവം കൊണ്ട് പണയം വെച്ചു ആണോടാ? അമ്മ അത് വേറൊന്നും കൊണ്ടല്ല, ചിറ്റപ്പന് അത്യാവശ്യം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പണയം വെക്കാൻ. ചിറ്റപ്പന് അത്യാവശ്യം നീ ആരോടും ചോദിക്കാതെ പണയം വെക്കാനും കൊടുത്തു അല്ലേ? ശരിയാണോടാ? ഇപ്പം പറഞ്ഞുള്ളതാണോ എന്ന്? പിന്നെ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് എടുത്ത് പണയം വെക്കേണ്ടി വന്നു. ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ സുമേ നീ അനുഭവിക്കും കേട്ടോ. നീ ചെവി നുള്ളിക്കോ. സത്യം അല്ലേ? ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് അടച്ചു വെക്കുന്നതിനെ തണുപ്പിച്ച് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. അത്യാവശ്യം വന്നപ്പോ പറഞ്ഞു പോയതല്ലേ? അത്യാവശ്യം വന്നപ്പോ നീ ഇങ്ങനെ പറഞ്ഞു. എടാ നീ എന്നെ കണ്ട് തന്നെയാണ് ശംഭു പഠിക്കുന്നത്. എന്റെ കണക്ക് തന്നെ നീ വീണ വിദ്യ അല്ലേ? ഒന്നും കിട്ടിയില്ലേ ആരെല്ലാം മണ്ടയ്ക്ക് കൂട്ടിയിടണം. ചിറ്റപ്പ എന്നാലും അങ്ങനെ പറഞ്ഞല്ലേ, താങ്ക്സ്. അടിക്കാനും തോന്നുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോ ഞാനോട് വരാം കേട്ടോ. അങ്ങനെ നീ കൂടെ വരണ്ടേ? സുമേ ഞാൻ ഒരു കാര്യം പറയാം. നീ പണയം വെച്ച മാല തിരിച്ചെടുത്തോണ്ട് വന്നിട്ട് എന്നോട് സംസാരിച്ചാ മതി. പണയം വെച്ച ശംഭു എന്താ അമ്മ എന്നെ ഞാൻ വിളിച്ചോ? പണയം വെച്ച മാല തിരിച്ചെടുത്തിട്ടുണ്ടോ? നിങ്ങൾ എവിടെയത് കൊണ്ട് പണയം വെച്ച? അയ്യോ ബാങ്കിലെ പണയം വെച്ചെന്ന് എനിക്കറിയാം. ഏത് ബാങ്കിലാന്ന് ചോദിച്ചേ? എന്താണ് തിത്തൈ കളിക്കുന്നേ? ഇല്ല തിത്തൈ കളിച്ചില്ല. ഈ മാലയാണോ നിങ്ങൾ പണയം വെച്ചേ? അമ്മക്ക് ഇത് എവിടെ കിട്ടി? അയ്യോ നിന്റെ ചിറ്റപ്പം കൊണ്ട് പണയം വെച്ചെടുത്തു അമ്മ പോയി എടുത്തോണ്ട് വന്ന്. പണയം വെച്ചാ? എടാ നീ ട്യൂഷൻ സെന്റർ കൊണ്ട് കളഞ്ഞിട്ട് അവിടുത്തെ സാർ എന്നെ വിളിച്ചിട്ട് തന്നു വിട്ടതാ. ഇങ്ങോട്ട് വന്നേ. ഇവിടെ വാടാ. ഇല്ല ഞാൻ വരുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉള്ള പോലെ ഒന്ന് വീട്ടിൽ പറയണം. ഞാൻ പറഞ്ഞിട്ടില്ല. നീ ആരെങ്കിലും ഇവിടെ പിടിച്ച് തിന്നുവോ? ഞാൻ മാത്രല്ല അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനോട് ഞാൻ വേറെ കൊടുത്തോളാം. കൊടുക്കണം ചേട്ടത്തി, എല്ലാവരും കൊടുക്കണം. കംപ്ലീറ്റ് ആർക്കും കൊടുക്കണം. അഹങ്കാരം കാണിക്കാൻ വേണ്ടോ? നീ ഇങ്ങോട്ട് വന്നേ. എന്താ നീ ഇങ്ങോട്ട് വന്നേ. കുനിഞ്ഞേ. എടാ വെറുതെ ആവശ്യമില്ലാതെ നന്മമരം കളിക്കരുത് കേട്ടോ. അതല്ല നന്മമാരോ? അമ്മ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് ചിറ്റപ്പൻ പറഞ്ഞായിരുന്നു. അത് പിന്നെ മാവിലത്തെ മാങ്ങയില് ഇടയ്ക്കെങ്കിലും ഒരു മാങ്ങ പുത്തിട്ടെന്ന് വിചാരിച്ചു. നാണുണ്ടോടാ നിനക്ക്? ചെറുക്കൻ കള്ളം പറഞ്ഞു പോരാണ്ട് അതിന് കൂട്ട് നിൽക്കുന്നു. കഴുത്തിട്ട് കൊടുക്കട്ടെ, ഞാൻ എടുത്തു വെച്ചോളാം. വേണ്ടല്ലേ? നീ അങ്ങനെ ഇപ്പൊ സ്വർണ്ണമാല ഇടണ്ട കേട്ടോ. പറഞ്ഞിട്ടില്ലേ നീ അങ്ങനെ ഇപ്പൊ സ്വർണ്ണമാല ഇടണ്ട.
ചെവി പിടിച്ച് അങ്ങോട്ട് കൊടു. കള്ളനും കള്ളനും കഞ്ഞി വെച്ചവനും. ആ കഞ്ഞി വെച്ചോ ഞാനാണോ അതോ കള്ളനാണോ ഞാനാണോ? ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നു, സോറി.